പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് ബ്രദർ ജിജോ എന്നാണ്. ഞാൻ പന്തളം സ്വദേശിയാണ്. എൻ്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെട്ടു എന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുന്നമേ ഈ കരിസ്മാറ്റിക് ശുശ്രൂഷ തുടങ്ങിയ ഒരു കാലഘട്ടമാണ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ധ്യാനമൊക്കെ കൂടി വീട്ടിൽ വന്നു കഴിയുമ്പോൾ അമ്മ അവിടുന്ന് കിട്ടിയ ഒരു അനുഭവം വെച്ച് ശബ്ദമുയർത്തിയൊക്കെ ഉറക്കെ സ്തുതിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, എന്തൊരു പരിപാടി ചെയ്തു, കത്തോലിക്കർക്ക് ഇങ്ങനെ പരിപാടിയുണ്ടോ? പക്ഷെ എൻ്റെ അമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോയെ 3 പിള്ളേരെ തന്നിട്ടുണ്ട്, ആരെയെങ്കിലും ഒരാളെ തൊടണേ. എൻ്റെ അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന സ്വർഗത്തിലെത്തി. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ട് ദൈവവചനം കേൾക്കുവാൻ എന്നെ മഞ്ഞാക്കലച്ചൻ്റെ ഒരു ധ്യാനം കൺവെൻഷൻ കൂടാൻ ദൈവം എന്നെ കൊണ്ടുപോയി. ഞാൻ ഈ കൺവെൻഷൻ കൂടാൻ പോയെങ്കിലും ഞാൻ ഏറ്റവും മുൻപിലല്ല ഇരുന്നത്. ഞാൻ കൺവെൻഷൻ്റെ ഗ്രൗണ്ടിൻ്റെ വെളിയിലാണ് നിന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളോടും എനിക്കൊരു ഇഷ്ടമില്ലാത്ത ഒരു രീതിയായിരുന്നു. മഞ്ഞാക്കലച്ചൻ്റെ കൺവെൻഷൻ്റെ 4ാമത്തെ ദിവസം അച്ഛൻ ആരാധനയുടെ സമയത്ത് സ്റ്റേജിൽ നിന്നും വിളിച്ചു പറഞ്ഞു, കർത്താവിന് ഹിതകരമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞതല്ല. പ്രിയപ്പെട്ടവരെ, എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ അന്നേരം ഉണ്ടായ ഒരു അനുഭവം അത് വലുതാണ്. ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഈശോ ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. അത് കഴിഞ്ഞ് വീണ്ടും പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി. ഈ കൺവെൻഷൻ കഴിഞ്ഞോടുകൂടെ വീട്ടിൽ വന്ന് കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ പപ്പായും അമ്മയും സഹോദരങ്ങളും 3 പേരാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോഴുമൊക്കെ എന്നാൽ പോലും ഞാൻ വലിയ ഒരു വിശ്വാസത്തിലല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അടുത്ത കൺവെൻഷനുകളൊക്കെ ഇങ്ങനെ അമ്മയുടെ കൂടെ ഒക്കെ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും വലിയ വിശ്വാസമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ട് പറയാം, നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ, അതായത് ബഹുമാനപ്പെട്ട പനക്കിലച്ചൻ്റെ കൺവെൻഷന് ധ്യാനത്തിന് അവിടെ വർഷങ്ങൾക്ക് മുന്നേ 140 രൂപ കൊടുത്ത് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. എന്തിനാണെന്നറിയാമോ? ഈ പനക്കിലച്ചൻ വാ തുറക്കുമ്പോൾ അച്ഛൻ കൈ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അച്ഛൻ വാ തുറന്നതല്ല. എനിക്ക് നല്ല ഉറക്കം വന്ന് ആ ഒരാഴ്ചക്കാലം മുഴുവൻ കുത്തിയിരുന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനമൊക്കെ? ഞാൻ പറയും, എൻ്റെ അമ്മേ, നല്ല ധ്യാനം. എന്നിട്ട് ഞാൻ പറയും, പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ പ്രിയപ്പെട്ടവര് ഒരു 6-7 ആഴ്ചക്കാലം ഇങ്ങനെ ഈ ധ്യാനത്തിന് പോവുകയും ഉറങ്ങുകയും ചെയ്യാതല്ലാതെ വേറെ ഒരു പരിപാടിയും നടക്കുന്നില്ല. പക്ഷേ 7ാമത്തെ ആഴ്ച കഴിഞ്ഞ് ഒരു 8ാമത്തെ ആഴ്ചത്തെ ധ്യാനത്തിൽ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ദൈവവചനത്തിലൂടെ എന്നെ സ്പർശിച്ചു. ആ ഒരാഴ്ചത്തെ ധ്യാനത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ സകല കുറവുകളെയും എനിക്ക് ഈശോയുടെ സന്നദ്ധിയിൽ നല്ല കുമ്പസാരം നടത്താനും, അതുപോലെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയി ആ കൗൺസിലർ വഴി ഈശോ പറയുന്നത് കേൾക്കുകയും, അത് കഴിഞ്ഞ് പിന്നെ അവസാനത്തെ ആന്തരിക സൗഖ്യ ആരാധനയ്ക്കും അതുപോലെ അഭിഷേക പ്രാർത്ഥനയ്ക്കും ഒക്കെ വന്നിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, സാവൂളിന്റെ ജീവിതത്തിൽ അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യം പറയുന്നുണ്ട്, സാവൂള് ദേശത്തെയും സഭകളെയും ഒക്കെ പീഡിപ്പിച്ച് നടക്കുന്ന വ്യക്തിയായിരുന്നു. ദമസ്കാസിന്റെ പടിവാതിൽ വെച്ച് ദൈവത്തിന്റെ ആത്മാവ് സാവൂളിനെ തൊട്ടു എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു സ്പർശനം ഈശോ ആ വ്യാഴാഴ്ചത്തെ ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്ക് കിട്ടി. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ചത്തെ അഭിഷേക പ്രാർത്ഥനയ്ക്ക്
കൈവപ്പിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഇറങ്ങി വരികയും, പ്രിയപ്പെട്ടവരെ എൻ്റെ ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ ഇപ്പോഴും എനിക്കത് അറിയാം. അങ്ങനെ ഒരു കരണ്ട് അടിക്കുന്ന അനുഭവത്തിൽ ഞാന് മറിഞ്ഞ് താഴെ പോയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല, എന്നാൽ പോലും ഞാൻ താഴെ പോയി. അത് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനൊരു പുതിയ മനുഷ്യനായിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. എനിക്ക് ആ ധ്യാനത്തിൽ കിട്ടിയ ഒരു അനുഭവം അത് വലുതാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അനേകരോട് എനിക്ക് നിരുപാധികമായി ക്ഷമിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആ ദിവസങ്ങളിൽ ഞാൻ ആ ധ്യാനത്തിൽ ഇരുന്ന് വിശ്വാസത്തോടെ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ഹൃദയപൂർവം ക്ഷമിക്കുകയും ചെയ്തത് മൂലം പ്രിയപ്പെട്ടവരെ ആ ആഴ്ച ബഹുമാനപ്പെട്ട പനക്കലച്ചനിലൂടെ ആ ആരാധനയുടെ സമയത്ത് എൻ്റെ പേര് ചൊല്ലി വിളിച്ചു. എനിക്കുണ്ടായ ഒരു മാറ്റം, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതം, അതിന്നും പറഞ്ഞാൽ തീരുകയില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയ ശുശ്രൂഷയാണ്. എന്നാൽ പോലും ഞാൻ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് പഴയതുപോലെ അല്ല എൻ്റെ ജീവിതം. ഞാൻ പഴയ രീതിയിലൊക്കെ പോയെങ്കിലും അതിനെയെല്ലാം മാറ്റിവെച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലിരുന്ന് കുടുംബമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങി. പിന്നെ അനേകരുടെ ഇടയിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് കൂട്ടായ്മകളായിട്ട് പ്രാർത്ഥിക്കാൻ പോയി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ഏറ്റെടുത്തെങ്കിലും എൻ്റെ മനസ്സിലൊരു ചോദ്യം, ഇത് ബഹുമാനപ്പെട്ട പനക്കലച്ചനാണോ തൊട്ടത്, എന്നെ ഈശോയാണോ തൊട്ടത്? പ്രിയപ്പെട്ടവരെ, ഞാൻ അങ്ങനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് കുറേ ദിവസം ഞാനിങ്ങനെ എൻ്റെ ഇടവക വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ പ്രിയപ്പെട്ടവരെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ എന്നോട് സംസാരിച്ചു. എന്നോട് ഈശോ പറഞ്ഞ ഇതാണ്: ഞാൻ തന്നെയാണ് നിന്നെ സ്പർശിച്ചത്, ഞാനാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഞാനൊരു തീരുമാനമെടുത്ത് ഞാൻ അങ്ങനെ എൻ്റെ കയ്യിൽ ബൈബിൾ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇന്നു മുതൽ കർത്താവേ, മരണം വരെ ഈശോയെ നിനക്ക് വേണ്ടി ഞാൻ വേല ചെയ്യും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ശുശ്രൂഷ എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയപ്പോൾ, അതായത് ജീവിതത്തിൽ ഏറെ പ്രതിസന്ധികൾ കടന്നു വരാൻ തുടങ്ങി. പക്ഷെ ഈ പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോഴും പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായ പ്രാർത്ഥനയും അതുപോലെ ഒരു ദിവസം പോലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും ഒക്കെ സമയം കണ്ടെത്തി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ വിശ്വാസത്തോടു കൂടിയുള്ള ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ അനേകർക്കത് എന്നിൽ ക്രിസ്തുവിനെ കാണാൻ പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ ഒരു കരിസ്മാറ്റിക് പ്രെയർ ഉണ്ടായിരുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് അനേക മക്കള് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനേക സൗഖ്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുവാൻ പല സ്ഥലങ്ങളിലേക്ക്, പല ധ്യാന കേന്ദ്രങ്ങളിലേക്ക് പോവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, കുറെ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ വന്നൊരു വികാരിയച്ഛൻ പറഞ്ഞു, നമ്മുടെ ഈ പ്രാർത്ഥന ഇടവകയോട് ചേർത്ത് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ ആത്മീയ പിതാവാണല്ലോ ഇടവക വികാരിയച്ഛൻ. വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ പ്രിയപ്പെട്ടവരെ ഇടവക പ്രാർത്ഥനയോട് ചേർത്ത് ആ പ്രാർത്ഥന അങ്ങനെ ഞങ്ങൾ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു പ്രാർത്ഥന: കർത്താവേ, 3 പേരെ യേശോയെ നീ എനിക്ക് 3 മക്കളെ തന്നു, ആരെയെങ്കിലും ഒരാളെങ്കിലും തൊടണമേ. അന്നേരമൊക്കെ ഞാൻ പറയുന്നത്, ഈ അമ്മയ്ക്ക് ഒരു പണിയില്ല, എന്ത് പ്രാർത്ഥനയാണ് ഇത്? ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? പക്ഷേ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയുടെയും എൻ്റെ പപ്പായുടെയും എൻ്റെ സഹോദരങ്ങളുടെയും, അതായത് എന്നെ സ്നേഹിക്കുന്ന അനേക മക്കളുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ കത്തോലിക്ക സഭയിൽ ഞാനൊരു സുവിശേഷകനായിട്ട് കർത്താവ് എന്നെ മാറ്റിയിരിക്കുകയാണ്. എനിക്ക് തന്ന പങ്കാളിയും ഞങ്ങൾ ഒരുമിച്ചാണ് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ സുവിശേഷ ശുശ്രൂഷയിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ വിശ്വസ്തയോടെ ഓടുകയാണ്. ഈ വിശ്വസ്തയോടെ ഓടുമ്പോൾ പ്രിയപ്പെട്ടവരെ, പല രീതിയിലുള്ള അസ്വസ്ഥതകൾ കടന്നു വരും.
പക്ഷെ ഇതിനെയെല്ലാം തരണം ചെയ്യാനുള്ള വലിയൊരു കൃപ പ്രിയപ്പെട്ടവരെ ദൈവം തരുന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിലൂടെ മുൻപോട്ട് പോകാൻ സാധിക്കുന്നു. 121 സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കുറേ ധ്യാനങ്ങളൊക്കെ കൂടി ഡിവൈൻ്റെ ശുശ്രൂഷകളിലേക്ക് കടന്നു വന്ന്, അതായത് ഡിവൈൻ്റെ ഔട്ട്റീച്ചിലെ ധ്യാനങ്ങളും അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയിലും അതുപോലെ അനേക സ്ഥലങ്ങളിൽ സുവിശേഷം പറയുവാനും പിന്നെ അതുപോലെ മറ്റ് അനേക ധ്യാന കേന്ദ്രങ്ങളിൽ അനേക കൺവെൻഷനുകളിൽ പ്രിയപ്പെട്ടവരെ പ്രസംഗിക്കുവാനുമൊക്കെ കർത്താവ് കൊണ്ടുപോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ മാതാപിതാക്കന്മാര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്. എൻ്റെ അമ്മയുടെ കണ്ണുനീര് സ്വർഗത്തിൽ അത് എത്തിയത് കാരണം ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ട് ദൈവം അത്ഭുതം ചെയ്തു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 ജ്യേഷ്ഠ സഹോദരങ്ങളാണ്. എൻ്റെ അമ്മയുടെയൊക്കെ ഒരു ആഗ്രഹം ഇതായിരുന്നു, രണ്ടാമത്തെ ജ്യേഷ്ഠനെ അതായത് വൈദികനായിട്ട് വിടണമെന്ന്. പക്ഷേ അത് സാധ്യമായില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് കർത്താവ് ഒരു വൈദികനായില്ലെങ്കിലും അതായത് സഭയോട് ചേർന്ന് സുവിശേഷം പറയുന്ന ഒരു കുഞ്ഞിനെ തെരഞ്ഞെടുക്കണമേ. പ്രിയപ്പെട്ടവരെ, അമ്മയെ ആരും വിചാരിച്ചില്ല ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ കടന്നു വരുമെന്ന്. പക്ഷെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്, അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അമ്മയും പപ്പായും അതായത് ദൈവസന്നദ്ധിയിൽ ഞായറാഴ്ച ദിവസം അർപ്പിച്ച വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ ഈ കാസ പീലാസയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് ഈശോ എന്നെ തൊട്ട് ഈ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഇന്ന് ഈ സുവിശേഷകനായിരിക്കുന്നുവെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ പങ്കാളിയും ഞങ്ങൾ ഒരുമിച്ചാണ് സുവിശേഷ വേല ചെയ്യുന്നത്. ഇതിനകത്തിലേറെ ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ഈശോ പറഞ്ഞില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇച്ചിരി പുറമോട്ടായിരുന്നു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകിച്ച് ഈ ഹിന്ദിക്കുമൊക്കെ ഭയങ്കര മോശമായിരുന്നു പുറമോട്ട്. ഒരു പ്രാവശ്യം ഓണപ്പരീക്ഷയ്ക്കുമൊക്കെ മാർക്ക് കുറഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അമ്മ എന്നെ നല്ലതായിട്ട് വഴക്ക് പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് പഠിച്ചാൽ അടുത്ത ടൈമിൽ നല്ല മാർക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ച് പഠിച്ച് സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു കേട്ടോ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് അങ്ങനെ പ്രാർത്ഥിച്ച് പഠിച്ച് അടുത്ത ടൈമിൽ നല്ല മാർക്ക് കർത്താവ് തരികയും ചെയ്തു. പിന്നെ അങ്ങനെ കുറെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അതായത് ഹിന്ദിയിൽ പ്രസംഗിക്കാൻ, ഹിന്ദിയിൽ ഫോർമേഷൻ, അതായത് മിഷണറിമാരുടെ ഫോർമേഷൻ ക്ലാസ് എടുക്കുവാൻ എന്നെ വിളിച്ചപ്പോൾ അപ്പൊ ഞാൻ ആ ബ്രദറിനോട് ഇങ്ങനെയാ പറഞ്ഞത്, എൻ്റെ ബ്രദറെ, മലയാളത്തിലൊക്കെ നമുക്ക് പ്രസംഗിക്കാം, പക്ഷെ ഹിന്ദിയിലൊക്കെ പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ആ ബ്രദറിനോട് 2-3 പ്രാവശ്യം പറഞ്ഞു, ബ്രദറെ, പരിശുദ്ധാത്മാവ് പറയുന്നത് ജിജോ ബ്രദർ തന്നെ എടുക്കാനാ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ, കുറെ വർഷങ്ങൾക്ക് മുന്നമേ ഹിന്ദിയിലെ ആദ്യത്തെ ഫോർമേഷൻ അതായത് ക്ലാസ് എടുത്ത് എടുക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അന്ന് ആ ഒരാഴ്ച എടുത്ത ക്ലാസ്സുകൾ അതായത് വന്ന വ്യക്തികൾക്കൊക്കെ ജീവിതത്തിൽ ഭയങ്കര അനുഭവമാണ് ഉണ്ടായത്. ഇന്ന് വടക്കേന്ത്യയുടെ പ്രദേശത്ത് മിഷനുകളിലൊക്കെ പോയി ഹിന്ദിയിലുമൊക്കെ പ്രസംഗിക്കാൻ സാധിച്ചുവെങ്കിൽ അത് വലിയൊരു അത്ഭുതമാണ്. ഒരിക്കലും ഹിന്ദി ഭാഷയിൽ പ്രസംഗിക്കത്തില്ല എന്ന് പറഞ്ഞ ഞാന് പ്രിയപ്പെട്ടവരെ, ഇന്ന് പല സ്ഥലങ്ങളിൽ പോയി ഹിന്ദിയിൽ പ്രസംഗിക്കുവാൻ ദൈവം അവസരം തന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മാതാപിതാക്കന്മാര് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ്. ഞാനിങ്ങനെ ഓർക്കുകയാണ്, എൻ്റെ അമ്മ മരിക്കുന്നതിന് മുന്നമേ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, മരണം വരെയും കർത്താവിൻ്റെ വേല പരിശുദ്ധ കത്തോലിക്കാ സഭയോട് ചേർന്ന് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാനും എൻ്റെ പങ്കാളിയും അമ്മയുടെ ആശീർവാദം, പിന്നെ അതുപോലെ എൻ്റെ പപ്പായും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എൻ്റെ പപ്പായും കണ്ടിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. എൻ്റെ പപ്പായും അമ്മയുടെയും പ്രിയപ്പെട്ടവരെ അനുഗ്രഹം കൊണ്ടാണ്, ഈ അനുഗ്രഹങ്ങൾ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കത്തോലിക്കാ സഭയിൽ സുവിശേഷ വേല ചെയ്യുന്നത്. ഞങ്ങൾ മലങ്കര കത്തോലിക്കാ സഭയിൽപ്പെട്ട വ്യക്തികളാണ്. മലങ്കര സഭയുടെ സഭാതല സുവിശേഷ സംഘത്തിലെ
ഒരംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. കാരണം പരിശുദ്ധ സഭയോട് ചേർന്ന് യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുന്നു എന്നതിൽ അതേറെ വലിയൊരു അത്ഭുതമാണ്. ഞാനിങ്ങനെ ഓർക്കുന്ന ഒരു കാര്യം ഇതാണ്. ഒരു പ്രാവശ്യം എൻ്റെ അമ്മ ഇങ്ങനെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്: അനേകര് സുവിശേഷം പറയുന്നുണ്ട്, പക്ഷെ അതുപോലെ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. നീയും അതുപോലെ സുവിശേഷം പറഞ്ഞ് ജീവിച്ചെങ്കിൽ മാത്രമേ അനേകർക്ക് ഈ സുവിശേഷം കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ ഒരനുഭവമാകുകയുള്ളൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നത് അമ്മയുടെ, അതായത് പള്ളിയിലോട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേ വീട്ടിൽ വെച്ചുള്ള ശുശ്രൂഷയൊക്കെ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരും സഭയുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും വലിയൊരു യാത്രയിപ്പാണ് പ്രിയപ്പെട്ടവരെ അമ്മയ്ക്കും പപ്പായ്ക്കും ഒക്കെ ലഭിച്ചത്. ഏറെ സന്തോഷമാണ്. കാരണം എന്നാണെന്നറിയാമോ? മാതാപിതാക്കന്മാർ ജീവിച്ചിരുന്നപ്പോൾ അവര് ഞങ്ങൾക്ക് നല്ല പാതകളാണ് കാണിച്ചു തന്നത്. എൻ്റെ 2 ജ്യേഷ്ഠന്മാര് നല്ല രീതിയിലാണ് പോയത്, പക്ഷെ ഞാനൊരു ഇച്ചിരി മോശമായിരുന്നു. പക്ഷെ കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആകമാനം മാറ്റങ്ങൾ ദൈവത്തമ്പുരാൻ നൽകാൻ തുടങ്ങി. ബൈബിൾ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം മാറിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതത്തിലെ പഴയതിനെ എല്ലാം ഞാൻ ആ ധ്യാനത്തിൽ പിന്നീടുള്ള ഓരോ കുർബാനകളിൽ സമർപ്പിച്ച് ഞാൻ കുമ്പസാരത്തിൽ പോയി പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എന്നെ തന്നെ ശുദ്ധീകരിച്ച് പരിശുദ്ധമായി കർത്താവിൻ്റെ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും: ദൈവമേ, ഇതിനൊക്കെ യോഗ്യനാണോ ഞാൻ? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദൈവം അനേകരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ സ്വീകരിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം എന്നെയും എൻ്റെ പങ്കാളിയെയും സുവിശേഷ വേലയ്ക്കായിട്ട് ദൈവം തെരഞ്ഞെടുത്തത്. ഞങ്ങൾ ഇന്ന് കുടുംബമായിട്ട് സുവിശേഷം പറയുകയാണ്. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നതാണ്. കർത്താവിന്റെ വലിയൊരു സാന്നിധ്യത്തെക്കുറിച്ച് അതിനകത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് അങ്ങനെ പറയുവാൻ കാരണം? ഞാനിങ്ങനെ ഓർക്കുകയാണ്. എൻ്റെ വിവാഹ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്: ദൈവമേ, ഞാനൊരു സുവിശേഷകനാണ്, എനിക്ക് എൻ്റെ കൂടെ സുവിശേഷം പറയുന്ന, എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് നൽകണമെന്ന് പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായിട്ടാണ് എനിക്ക് എൻ്റെ പങ്കാളിയെ ദൈവം എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത്, ചാലക്കുടിയിൽ നിന്നും ദൈവം തെരഞ്ഞെടുത്ത്, പന്തളത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഞങ്ങളുടെ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ ഇടവക വികാരിയച്ഛനായിരുന്ന റിജി കല്ലിട്ടതിൽ അച്ഛൻ ആശീർവദിച്ച് ഞങ്ങൾ വിവാഹിതരായി. ഇന്ന് 15 വർഷം കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇന്നൊരു മകളുണ്ട്. മകൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ അതുപോലെ ഞാൻ ഓർക്കുന്നത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ഓരോ ദിവസത്തെ ജീവിതത്തിൽ കർത്താവിനെ കൂടാതെ ഞങ്ങൾക്ക് ഒരു കാര്യവും ചെയ്യാൻ സാധിക്കുകയില്ല. എൻ്റെ പങ്കാളി ഗർഭിണിയായ സമയത്ത് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. ആ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല, വലിയ പാടാണ്. അപ്പൊ ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പൊ അങ്ങനെ വൈഫിനെ അകത്ത് കയറ്റി 4ാമത്തെ ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ സ്കാനിങ് റിപ്പോർട്ടിൽ അവിടുത്തെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ എന്നെയും വൈഫിനെ നോക്കിയിട്ട് പറയുകയാണ്, ഈ ബ്ലീഡിങ് ഉണ്ടായത് കുഞ്ഞറിഞ്ഞാൽ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമാവണ്ണം, അതായത് 8ാം മാസത്തിൽ കുഞ്ഞിനെ സിസേറിയനിലൂടെ ഒരു മകളെയാണ് ദൈവം, ഈ മോളെയാണ് ദൈവം തന്നത്. എന്തൊരു ശ്രേഷ്ഠകരമായ ഒരു ദൈവ സാന്നിധ്യമാണ് ഉണ്ടാകുന്നത്. കർത്താവിനോട് കൂടെ പ്രാർത്ഥിക്കാനും, സമയം കണ്ടെത്തി പ്രാർത്ഥിക്കാനും, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനും, സഭയുടെ എല്ലാ കാര്യങ്ങളിൽ പങ്കെടുത്ത് സഭയോട് ചേർന്ന് കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നത് കാരണം എൻ്റെ അമ്മ പണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, അങ്ങയ്ക്കു വേണ്ടി ജീവിക്കുന്ന ഒരു മകനെ തെരഞ്ഞെടുക്കണമേ. എൻ്റെ അമ്മ പ്രാർത്ഥിച്ചത് വീണ്ടും വീണ്ടും പറയുന്നത്, എൻ്റെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പള്ളിയോട് ചേർന്ന് ഇടവകയ്ക്ക് വേണ്ടി, വികാരിയച്ഛന്മാർക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും ഇടവകയോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത വ്യക്തിയാണ്. എൻ്റെ പപ്പായാണെങ്കിൽ ഇടവകയിലെ ട്രസ്റ്റി ആയിരുന്നു.
എൻ്റെ പപ്പായാണെങ്കിൽ പോലും ആധ്യാത്മികതയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് എൻ്റെ മാതാപിതാക്കന്മാർ, പ്രത്യേകിച്ച് എൻ്റെ അമ്മ കണ്ണുനീരോട് കർത്താവിന്റെ തിരുസന്നതിയിൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അമ്മ ഇന്ന് ലോകത്തിലില്ല, സ്വർഗത്തിലുണ്ട്. അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലുണ്ട്. ഞാനും എൻ്റെ പങ്കാളിയും ഇന്ന് സുവിശേഷകരായി ജീവിക്കുന്നുവെങ്കിൽ ആ മാതാപിതാക്കന്മാരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഞാനൊരു സുവിശേഷകനായിട്ട് മാറിയിരിക്കുന്നത്. എനിക്ക് സന്തോഷമുണ്ട്. ഈശോ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മിനിറ്റും കർത്താവിനോട് ചേർന്ന്, പ്രത്യേകിച്ച് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാൻ പറ്റുന്നില്ല. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് ഞാനും എൻ്റെ പങ്കാളിയും മകളും കൂടെ വിശുദ്ധ കുർബാനയ്ക്ക് പോയിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും പോകുന്നത്. എൻ്റെ കുഞ്ഞാണെങ്കിൽ 8ാം ക്ലാസ്സിലാണെങ്കിൽ പോലും കുഞ്ഞാണെങ്കിലും കുർബാന കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. അതുകൊണ്ട് ഒന്നിലും പരാജയപ്പെടുവാൻ, ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലും നല്ല മാർക്ക് മേടിക്കുവാൻ ദൈവം കുഞ്ഞിനും അവസരം കൊടുത്തുവെങ്കിൽ മനസ്സിലാക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ പപ്പായുടെ പ്രാർത്ഥന, എന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങാതെ ഇടവകയോട് ചേർന്ന്, പരിശുദ്ധ സഭയോട് ചേർന്ന്, വികാരിയച്ചനോട് ചേർന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്ത് ഈശോയെ സ്വീകരിക്കുന്നതിലൂടെ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു ദൈവസ്നേഹമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാട്ടുന്നതെന്ന് പറഞ്ഞുവെങ്കിൽ ഒരു സമയത്ത് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. നഷ്ടപ്പെട്ടതിനെ തേടി കർത്താവ് വന്ന് തെരഞ്ഞെടുത്തുവെങ്കിൽ എൻ്റെ അമ്മയെ പോലെ എത്രയോ മാതാപിതാക്കന്മാര് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനേകം മക്കൾ പരിശുദ്ധ സഭയോട് ചേർന്ന് സുവിശേഷകരായി മാറുവാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ അനുദിന ജീവിതത്തിൽ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഞാനിങ്ങനെ ഓർക്കാറുണ്ട്. എങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്? കർത്താവിന്റെ തിരുസന്നിധി പോയിരുന്ന് വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്, പോയ വഴികളൊക്കെ എന്തൊരു പ്രതിസന്ധി നിറഞ്ഞ വഴികളൊക്കെയാണ്. പക്ഷെ ഇന്ന് ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഈശോയുടെ അത്ഭുത സാന്നിധ്യം എന്നെയും എൻ്റെ കുടുംബത്തെ നയിക്കുന്നു. തീർച്ചയായിട്ടും എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.